ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നലെ എഫ് എം ട്രാൻസ്മിറ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇന്നലെ പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എഫ് എം ട്രാൻസ്മിറ്ററാണ് പഠിക്കുന്നത് അല്ലേ. എഫ് എം ട്രാൻസ്മിറ്ററിൽ രണ്ട് ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഈ ഇൻഡയറക്റ്റ് മെത്തേഡിലെ ഒരു മെത്തേഡ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, അതായത് എഫ് എം യൂസിങ് പി എമ്മിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എഫ് എം ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ we have two types of transmitters basically, the direct method and indirect method. In direct method, which produce FM signal whose frequency deviation is proportional to modulating signal. In case of indirect FM, which produce FM signal whose phase deviation is proportional to modulating signal. അപ്പോൾ നമുക്ക് രണ്ട് സിഗ്നൽ ഉണ്ട്, മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ട്, കാരിയർ സിഗ്നൽ ഉണ്ട്. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നുള്ളത് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് പ്രൊപ്പോർഷണൽ എങ്കിൽ ഇത് ഡയറക്റ്റ് മെത്തേഡും, ഫേസ് ഡീവിയേഷൻ ആണ് പ്രൊപ്പോർഷണൽ എങ്കിൽ ഇത് എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡും. സോ ഡയറക്റ്റ് മെത്തേഡിൽ ഒരൊറ്റ ടൈപ്പ് പഠിക്കാനുള്ള സിലബസിൽ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി സ്റ്റെബിലൈസ്ഡ് എഫ് എം. ഇൻഡയറക്റ്റ് മെത്തേഡിൽ രണ്ട് ടൈപ്പ്, എഫ് എം യൂസിങ് പി എമ്മും ആംസ്ട്രോങ് മെത്തേഡും. ഇതിൽ എഫ് എം യൂസിങ് പി എം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആൻഡ് ഫ്രീക്വൻസി മിക്സർ എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൻ്റെ റോള്? ഫ്രീക്വൻസി NX ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആണെങ്കിൽ FO പ്ലസ് ഡെൽ എഫ് എന്നുള്ള സിഗ്നലിനെ N വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. 100 ഹെർട്സ് ആണ് സിഗ്നലെങ്കിൽ അതിനെ 1000 ഹെർട്സ് ആക്കാൻ 10x മൾട്ടിപ്ലയർ യൂസ് ചെയ്യാം. ഇതുപോലെ ഫ്രീക്വൻസി മിക്സർ എന്തായിരുന്നു, ഈ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ എന്നുള്ള സിഗ്നലും ഓസിലേറ്റർ എന്നുള്ള സിഗ്നലും സബ്ട്രാക്ട് ചെയ്യാനാണ് ഫ്രീക്വൻസി മിക്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 100ഉം ഇത് 20 ആണെങ്കിൽ ഇവിടെ 80 എന്നുള്ള സിഗ്നൽ കിട്ടും. ഇതുപോലെ അത് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് എഫ് എം ട്രാൻസ്മിറ്റർ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി സ്റ്റെബിലൈസ്ഡ് എഫ് എം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് എഫ് എം ജനറേഷൻ. ഇത് വലിയൊരു ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ 10 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് എഫ് എം ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ബ്ലോക്കുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ക്രിസ്റ്റൽ ഓസിലേറ്റർ കാണാം, മിക്സർ കാണാം, ഡിസ്ക്രിമിനേറ്റർ കാണാം, ലോ പാസ് ഫിൽറ്റർ കാണാം, റിയാക്റ്റൻസ് മോഡുലേറ്റർ കാണാം, LC ഓസിലേറ്റർ കാണാം, ഫ്രീക്വൻസി മൾട്ടിപ്ലയർ കാണാം, ക്ലാസ് സി പവർ ആംപ്ലിഫയർ കാണാം. ഇതിൽ കുറേ ബ്ലോക്കിൻ്റെ ഫംഗ്ഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, കാരണം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ആദ്യം പറയാനുള്ളത് റിയാക്റ്റൻസ് മോഡുലേറ്ററാണ്. നിങ്ങൾ കണ്ടോ, ഈ റിയാക്റ്റൻസ് മോഡുലേറ്ററിന് ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലാണ്. ഇത് ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ ഡയറക്റ്റ്ലി ആണ് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, റിയാക്റ്റൻസ് മോഡുലേറ്റർ കണക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റിയാക്റ്റൻസ് മോഡുലേറ്ററിന് 2 ഇൻപുട്ട്, ഒരു ഇൻപുട്ട് മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ല. രണ്ടാമത്തെ ഇൻപുട്ട് നിങ്ങൾ നോക്കുക, ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് ഇവിടെ ഉള്ളത്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, കാരിയർ സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ടിപ്പിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്, ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിനത്തെ സിഗ്നലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് മിക്സറിലൂടെയും ഡിസ്ക്രിമിനേറ്ററിലൂടെയും ലോ പാസ് ഫിൽറ്ററിലൂടെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരിയർ സിഗ്നലാണ് റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ 2 ഇൻപുട്ട്, ഒരു മോഡുലേറ്റിംഗ് സിഗ്നലും ഒരു കാരിയർ സിഗ്നലും. ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്ത കാരിയർ സിഗ്നലും മോഡുലേറ്റിംഗ് സിഗ്നലും കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ റിയാക്റ്റൻസ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാതെ നിങ്ങൾ നോക്ക്. സോ ഫസ്റ്റ് ബ്ലോക്ക്, യൂസിങ് ക്രിസ്റ്റൽ ഓസിലേറ്റർ കാരിയർ സിഗ്നൽ ഇസ് ജനറേറ്റഡ്. റിയാക്റ്റൻസ് മോഡുലേറ്റർ ആർ FET based FM modulator that combine the modulating and carrier signal. അപ്പോൾ എന്താണ്, നമുക്ക് ഈ 3 ബ്ലോക്കുകൾ എന്താണെന്ന് പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ സിമ്പിളായിട്ട് ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണ്. സോ ക്രിസ്റ്റൽ ഓസിലേറ്റർ കാരിയറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാരിയർ റിയാക്റ്റൻസ് മോഡുലേറ്റർ കണക്ട് ചെയ്യും. റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് മോഡുലേറ്റിംഗ് സിഗ്നലാണ്. അപ്പോൾ ഇത് റിയാക്റ്റൻസ് മോഡുലേറ്റർ നമ്മൾ വരാക്ടർ ഡയോഡ് പോലെ തന്നെ ഒരു FM മോഡുലേറ്ററാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന FET ആണ്,
സോ എഫ് ഇ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാലോ എത്ര ടെർമിനൽസ് ഉണ്ടാവും എഫ് ഇ ടിക്ക്? 3 ടെർമിനൽ അല്ലേ? ഏതൊക്കെയാണ്? ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും, നമ്മളിപ്പോൾ കുറേ ടൈപ്പ് AM ട്രാൻസ്മിറ്ററൊക്കെ AM മോഡുലേറ്ററൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് ആണെങ്കിൽ സപ്പോസ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് മോഡുലേറ്റിംഗ് സിഗ്നല്, ഇതാണ് മോഡുലേറ്റിംഗ് ഇൻപുട്ട്, ഇതാണ് കാരിയർ ഇൻപുട്ട് എങ്കിൽ നമുക്ക് സോഴ്സിൽ നിന്ന് എന്തെടുക്കാം? മോഡുലേറ്റിംഗ് ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഇത് ജസ്റ്റ് ഒരു മോഡുലേറ്ററാണ്. ഈ മോഡുലേറ്ററിൻ്റെ പ്രത്യേകത മോഡുലേറ്റിംഗ് സിഗ്നലിനും കാരിയർ സിഗ്നലിനും കമ്പൈൻ ചെയ്തിട്ട് FM പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? റിയാക്റ്റൻസ് മോഡുലേറ്റർ. സോ റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? FM ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ റോള് പറഞ്ഞു, വാട്ട് ഈസ് ദ റോൾ ഓഫ് റിയാക്റ്റൻസ് മോഡുലേറ്റർ പറഞ്ഞു. ഇനിയാണ് LC ഓസിലേറ്റർ. സോ വാട്ട് ഈസ് LC ഓസിലേറ്റർ? LC എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ LC ഓസിലേറ്റർ എന്ന് പറയുന്നത് അല്ലേ? സോ LC ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ദി ഫ്രീക്വൻസി ഡീവിയേഷൻ പ്രോപ്പർലി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി ഡീവിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ LC ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ LC ഓസിലേറ്റർ ജസ്റ്റ് ആക്ട് ലൈക്ക് AFC. സോ വാട്ട് ഈസ് AFC? AFC എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോളാണ് AFC. സോ LC ഓസിലേറ്റർ ചെയ്യുന്ന കാര്യം, ഇപ്പം നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത FM 100 ഹെർട്സ് FM ആണ്. പക്ഷെ സംടൈംസ് ഈ 100 ഹെർട്സ് എന്നുള്ളത് 98 ഹെർട്സും 102 ഹെർട്സ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡീവിയേഷൻ എന്ന് പറയാം. ഈ ഡീവിയേഷനെ കൺട്രോൾ ചെയ്യാനാണ് LC ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും LC ഓസിലേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ? അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC ആയിരിക്കും അല്ലേ? എന്തായിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC ആയിരിക്കും. അപ്പോൾ ഇതിൽ LOCO ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ്റയർ ഫ്രീക്വൻസി എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്തിരി ഓർത്ത് വയ്ക്കുക, LC ഓസിലേറ്റർ ജസ്റ്റ് ആക്ട് ലൈക്ക് AFC, ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോൾ. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. LC ഓസിലേറ്റർ മേ ബി ഡയറക്ട്ലി ഫ്രീക്വൻസി മോഡുലേറ്റഡ് ടു പ്രൊഡ്യൂസ് എ റിലേറ്റീവ്ലി ലാർജ് വേരിയേഷൻ. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോൾ, റൈറ്റ്? അപ്പോൾ AFCക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? LC ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? FM പ്രൊഡ്യൂസ് ചെയ്തു റിയാക്റ്റൻസ് മോഡുലേറ്റർ വെച്ചിട്ട്. ആ പ്രൊഡ്യൂസ് ചെയ്ത FMലെ വേരിയേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്തു LC ഓസിലേറ്റർ വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ള ബ്ലോക്കാണ്. നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് ബ്ലോക്ക് വിൽ ബി ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ. സോ എന്തായിരിക്കും ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്വയർഡ് FM സിഗ്നലിനെ റിക്വയർഡ് അളവിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ. ഇപ്പോൾ സപ്പോസ് എനിക്ക് കിട്ടിയിരിക്കുന്ന FM 100 ഹെർട്സ് ആണ്, ഞാൻ യൂസ് ചെയ്യുന്നത് 3x മൾട്ടിപ്ലെയർ ആണെങ്കിൽ എനിക്ക് 100 ഹെർട്സ് എന്നുള്ള സിഗ്നല് 300 ഹെർട്സ് ആയിട്ട് മാറും. ഈ സിഗ്നല് ക്ലാസ് C പവർ ആംപ്ലിഫയറിലേക്ക് പാസ് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ റോളുകൾ, ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ റോൾ പറഞ്ഞു, റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ റോൾ പറഞ്ഞു, LC ഓസിലേറ്ററിൻ്റെ റോൾ പറഞ്ഞു. ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വിത്ത് ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ ദ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി ഈസ് മൾട്ടിപ്ലൈഡ്. ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്കാണ് ക്ലാസ് C പവർ ആംപ്ലിഫയർ. സോ വാട്ട് ഈസ് ക്ലാസ് C പവർ ആംപ്ലിഫയർ? വൈ വി പ്രിഫർ ക്ലാസ് C പവർ ആംപ്ലിഫയർ? ക്ലാസ് C പവർ ആംപ്ലിഫയറിനാണ് ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി. നമുക്കറിയാം പവർ ആംപ്ലിഫയേഴ്സിൽ ക്ലാസ് A, ക്ലാസ് AB, ക്ലാസ് B, ക്ലാസ് A അങ്ങനെ കുറേ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി ഉള്ള പവർ ആംപ്ലിഫയർ ക്ലാസ് C ആണ്. സോ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ബൂസ്റ്റിങ്ങിനാണ് നമ്മൾ ക്ലാസ് C പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ ക്ലാസ് C പവർ ആംപ്ലിഫയർ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് FM വേവ്. സോ നമുക്ക് കിട്ടുന്ന FM ഔട്ട്പുട്ട് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു FM ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് C പവർ ആംപ്ലിഫയർ ക്യാൻ ബി യൂസ്ഡ് ടു ആംപ്ലിഫൈ ദി FM സിഗ്നൽ, that is to increase the efficiency of FM wave and produce FM output. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ബ്ലോക്കുകൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു? വാട്ട് ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, വാട്ട് ഈസ് റിയാക്റ്റൻസ് മോഡുലേറ്റർ, വാട്ട് ഈസ് LC ഓസിലേറ്റർ, വാട്ട് ഈസ് ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ ആൻഡ് വാട്ട് ഈസ് ക്ലാസ് C പവർ ആംപ്ലിഫയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? കാരിയർ സിഗ്നലും മോഡുലേറ്റീവ് സിഗ്നലും റിയാക്റ്റൻസ് മോഡുലേറ്റർ കമ്പൈൻ ചെയ്യും. AFCക്ക് LC ഓസിലേറ്റർ യൂസ് ചെയ്യും. ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യും, എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്യും, FM പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾ നോക്കുക,
നമ്മൾ പറഞ്ഞിരുന്നു 3 ബ്ലോക്കും കൂടിയും എന്തിലുണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് എഫ് എം ജനറേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മിക്സർ, ഡിസ്ക്രിമിനേറ്റർ ആൻഡ് ലോ പാസ് ഫിൽട്ടർ. ഇത് 3ൻ്റെയും വർക്കിംഗ് ആണ് നമുക്കിനി പറയാനുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കാം, മിക്സറിൻ്റെയും മൾട്ടിപ്ലെയറിൻ്റെ റോള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. സോ എന്താണ് മൾട്ടിപ്ലെയർ ചെയ്യുന്നത്? മൾട്ടിപ്ലെയർ ചെയ്യുന്ന കാര്യം റിക്വയർഡ് ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. മിക്സർ ചെയ്യുന്ന കാര്യം മൾട്ടിപ്ലെയർ എന്ന് വരുന്ന ഇൻപുട്ടെന്നും അതുപോലെ ലോക്കൽ ഓസിലേറ്റർ എന്ന് വരുന്ന ഇൻപുട്ടിനെയും സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളൊരു സിഗ്നലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, മിക്സർ. ഇപ്പം ഞാൻ സപ്പോസ് പറയുന്ന സിഗ്നൽ, ഇപ്പം ഞാൻ ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത സിഗ്നൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 300 ഹെർട്സ് ആണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറയുകയാണേ, ഞാൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ വഴി ജനറേറ്റ് ചെയ്ത ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ, അപ്പോൾ മിക്സർ എന്തായിരിക്കും ചെയ്യുക? മിക്സർ 2 സിഗ്നലിനെയാണ് റിസീവ് ചെയ്യുന്നത്. ഒന്ന് ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ എന്നുള്ള 300 ഹെർട്സും ഒന്ന് ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ജനറേറ്റ് ചെയ്ത 50 ഹെർട്സും മിക്സറിലേക്ക് വരികയാണെങ്കിൽ മിക്സർ ചെയ്യുന്ന കാര്യം ഈ ഫ്രീക്വൻസി മൾട്ടിപ്ലെയറിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് ജസ്റ്റ് 250 ഹെർട്സ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതേപോലെ ക്രിസ്റ്റൽ ഓസിലേറ്റർ 30 ഹെർട്സും ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ 300 ഹെർട്സും ആണെങ്കിൽ 270 ഹെർട്സ് എന്നുള്ള സിഗ്നൽ മിക്സർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, നമ്മൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരിയറിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു കാരിയർ ജനറേറ്റ് ചെയ്തിട്ട് ആ കാരിയറിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ മിക്സർ ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് ദി റോൾ ഓഫ് മിക്സർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അറ്റ് ദി ടൈം ഓഫ് ജനറേഷൻ ഓഫ് കാരിയർ സിഗ്നൽ, സപ്പോസ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദി കാരിയർ ഫ്രീക്വൻസി വി ക്യാൻ യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് മിക്സർ. സോ മിക്സർ ക്യാൻ ബി ട്യൂൺ ടു ദി ഡിഫറൻസ് ഓഫ് ഫ്രീക്വൻസി ഫ്രം ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഫ്രീക്വൻസി മൾട്ടിപ്ലെയറിൽ നിന്നും ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ നിന്നുള്ള സബ്ട്രാക്റ്റഡ് ഫോമാണ് മിക്സർ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കാം, ദിസ് ഈസ് ദി ഫങ്ഷൻ ഓഫ് മിക്സർ. സോ ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ 300 ഹെർട്സും ക്രിസ്റ്റൽ ഓസിലേറ്റർ 30 ഹെർട്സും ആണെങ്കിൽ മിക്സർ എത്ര പ്രൊഡ്യൂസ് ചെയ്യും, 270 ഹെർട്സ് എന്നുള്ള സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന് നമ്മൾ ജനറേറ്റ് ചെയ്ത കാരിയർ ഫ്രീക്വൻസിയെ നമുക്ക് ഇഷ്ടമുള്ള അളവിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ മിക്സറും ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ മിക്സർ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, അടുത്ത ബ്ലോക്ക് ഏതാണ്, ഡിസ്ക്രിമിനേറ്റർ ആണ്. സോ വാട്ട് ഈസ് ഡിസ്ക്രിമിനേറ്റർ? ഡിസ്ക്രിമിനേറ്റർ ഇസ് ജസ്റ്റ് ഡീമോഡുലേറ്റർ. അപ്പോൾ നമ്മൾ FM ഡീമോഡുലേറ്റർ പഠിക്കുന്ന പോലെ ഒരു ജസ്റ്റ് ഒരു ഡീമോഡുലേഷൻ സർക്യൂട്ടാണ്. നമ്മൾ ലോ പാസ് ഫിൽറ്ററിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ജസ്റ്റ് നമ്മൾ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന കാരിയറിനെ ജസ്റ്റ് ഡീമോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലോ പാസ് ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യുക. ഈ ഡീമോഡുലേഷൻ പർപ്പസിനാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റർ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, വാട്ട് ഈസ് ദി റോൾ ഓഫ് ഡിസ്ക്രിമിനേറ്റർ? ഡിസ്ക്രിമിനേറ്റർ ആക്ട് ആസ് എ ഡീമോഡുലേഷൻ സർക്യൂട്ട്. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിന് മുന്നേ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡീമോഡുലേഷൻ സർക്യൂട്ടാണ് ഡിസ്ക്രിമിനേറ്റർ. സോ നെക്സ്റ്റ് ബ്ലോക്ക് വിൽ ബി ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ നിങ്ങൾ നോക്ക്, എന്താണ് ലോ പാസ് ഫിൽറ്റർ? ലോ പാസ് ഫിൽറ്ററോട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോ പാസ് ഫിൽറ്റർ അല്ലെങ്കിൽ LPF എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും, ഒരു ഹൈ ഫ്രീക്വൻസി എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഇതിനാണ് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഹൈ ഫ്രീക്വൻസി, എന്താണ് ലോ ഫ്രീക്വൻസി നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് ജനറേറ്റ് ചെയ്ത കാരിയർ സിഗ്നലിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത കാരിയർ സിഗ്നലിൻ്റെ ഒരു ഫ്രീക്വൻസി ത്രഷോൾഡ് നമ്മളോട് സെറ്റ് ചെയ്യും. അപ്പോൾ മേ ബി നോയ്സസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഹൈ ഫ്രീക്വൻസി നോയ്സസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോ പാസ് ഫിൽറ്റർ വഴി ഹൈ ഫ്രീക്വൻസി നോയ്സിനെ കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു പ്യുവർ കാരിയർ മാത്രം റിയാക്ടൻസ് മോഡുലേറ്ററിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്രീക്വൻസി കോമ്പോണൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലോ പാസ് ഫിൽറ്റർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂസിങ് ലോ പാസ് ഫിൽറ്റർ ദ ഹൈ ഫ്രീക്വൻസി നോയ്സ് കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ദി കാരിയർ സിസ്റ്റം വിൽ റിമൂവ്ഡ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത്രയുള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ അല്ലേ. അപ്പോൾ ഈ ഞാൻ ഈ സ്ലൈഡിലും മെൻഷൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ചോദിക്കാൻ 10 മാർക്കിന്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ജനറൽ ഔട്ട്ലൈൻ നോക്കാം. കാരിയർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും? ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യും. നമുക്ക് വേണ്ട ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ നമ്മൾ റിക്വയർഡ് അളവിലേക്ക് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് മിക്സറും ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ യൂസ് ചെയ്യാം. അപ്പോൾ ഒരൊറ്റ ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ മതി, 2 പർപ്പസ് ചെയ്യും. ഈ LC ഓസിലേറ്റർ എന്നുള്ള സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ യൂസ് ചെയ്യും. ഇതേ ഫ്രീക്വൻസി മൾട്ടിപ്ലെയറിന് നമുക്ക് ക്യാരിയറിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും ഈ ഫ്രീക്വൻസി മൾട്ടിപ്ലെയറിന് ഒരു കണക്ഷൻ എടുക്കാം. സോ മിക്സർ ചെയ്യുന്ന കാര്യം ഫ്രീക്വൻസി മൾട്ടിപ്ലെയർ മൈനസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ്, അങ്ങനത്തെ ഒരു സിഗ്നലായിരിക്കും മിക്സർ പ്രൊഡ്യൂസ് ചെയ്യുക. ഡിസ്ക്രിമിനേറ്റർ വിൽ ആക്ട് ലൈക്ക് എ ഡിമോഡുലേറ്റർ സർക്യൂട്ട്. ലോ പാസ് ഫിൽട്ടർ reduce the noise component, high frequency noise component in the carrier signal. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത കാരിയർ സിഗ്നൽ ആദ്യം പാസ് ചെയ്യുന്ന റിയാക്ടൻസ് മോഡുലേറ്ററിലേക്കാണ്. സോ ദ റിയാക്ടൻസ് മോഡുലേറ്റർ ഹാസ് 2 ഇൻപുട്സ്, 1 മോഡുലേറ്റിംഗ് സിഗ്നൽ ആൻഡ് കാരിയർ സിഗ്നൽ. സോ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെയും കാരിയർ സിഗ്നലിനെയും കമ്പൈൻ ചെയ്ത് ഒരു FM പ്രൊഡ്യൂസ് ചെയ്യാനാണ് റിയാക്ടൻസ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റിയാക്ടൻസ് മോഡുലേറ്റർ ടിപ്പിക്കലി യൂസസ് ദി സർക്യൂട്ട് യൂസിങ് FET വെച്ചുള്ള ഒരു മോഡുലേറ്റർ സർക്യൂട്ടാണ് റിയാക്ടൻസ് മോഡുലേറ്റർ. അത് FM പ്രൊഡ്യൂസ് ചെയ്തു. FM-ൽ ഡീവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കറക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ LC ഓസിലേറ്റർ യൂസ് ചെയ്യും. ഫ്രീക്വൻസി മൾട്ടിപ്ലയർ യൂസ് ചെയ്ത് നമ്മൾ ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യും. ക്ലാസ് C പവർ ആംപ്ലിഫയർ വഴി നമ്മൾ എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്യും. ഇതാണ് എനിക്ക് കിട്ടുന്ന റിക്വയർഡ് FM. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഞാൻ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത 2 സ്ലൈഡുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ.